ലൈംഗിക അധിക്ഷേപ കേസിൽ വ്യവസായി ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം അനുവദിച്ച ഹൈക്കോടതി. വിശദമായ ഉത്തരവ് ഉച്ചയ്ക്ക് ശേഷം 3:30 പുറത്തിറങ്ങും. ജാമ്യ ഹർജി പരിഗണിക്കുമ്പോൾ ബോബി ചെമ്മണ്ണൂരിനെതിരെ കടുത്ത വിമർശനങ്ങൾ ഹൈക്കോടതി നടത്തുകയും ചെയ്തു. വിവരങ്ങളുമായി വിഷ്ണു സുരേഷ് കൊച്ചിയിൽ ചേരുന്നുണ്ട്. വിഷ്ണു, ഇത് ആദ്യഘട്ടത്തിൽ തന്നെ കോടതിയുടെ നിലപാട് ഇക്കാര്യത്തിൽ ഈ പറഞ്ഞ അധിക്ഷേപങ്ങൾക്കെതിരെ തന്നെയായിരുന്നു. അതായത് ജാമ്യം അനുവദിക്കുന്ന ആ ദിവസവും കോടതിയുടെ നിലപാട് അതുതന്നെയാണ്. അപ്പോൾ ഇറങ്ങാൻ പോകുന്ന ഉത്തരവിലും ജാമ്യം അനുവദിച്ചാണെങ്കിൽ കൂടിയും സമൂഹത്തിന് സന്ദേശമാകുന്ന ഉറപ്പായും ചില പരാമർശങ്ങൾ, നിർദ്ദേശങ്ങൾ പ്രതീക്ഷിക്കാം നമുക്കല്ലേ വിഷ്ണു? ഹാഷ്മി, ഉറപ്പായും അത്തരത്തിൽ വിമർശനാത്മകമായ ഒരു ഓർഡർ തന്നെയായിരിക്കും ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യവുമായി ബന്ധപ്പെട്ട് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ പുറത്തിറക്കുക. 3:30 ഓർഡർ പുറത്തിറങ്ങുക. അതിനുശേഷം അത് എറണാകുളം ജില്ലാ ജയിലിലേക്ക് എത്തിക്കുകയാണ് എങ്കിൽ അവിടെ നിലവിൽ അവിടുന്ന് 7 മണിയോടുകൂടി ബോബി ചെമ്മണ്ണൂരിനെ ഇന്ന് തന്നെ പുറത്തിറങ്ങാനാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ 9-ാം തീയതിയാണ് ബോബി ചെമ്മണ്ണൂർ റിമാൻഡിലാകുന്നത്. അതിനുശേഷം നിലവിൽ 5 ദിവസം അയാൾ ജയിലിൽ കഴിഞ്ഞു. ഇന്ന് ഈ ജാമ്യ ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിൽ പ്രധാനമായും പ്രോസിക്യൂഷൻ ഉന്നയിച്ചത് ജാമ്യം നൽകിയാൽ തെറ്റായ സന്ദേശം ഉണ്ടാകും, അതോടൊപ്പം തന്നെ ഈ മറ്റു കാര്യങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു. എന്നാൽ പ്രതിഭാഗം പറഞ്ഞത് ഈ കേസിൻ്റെ മെറിറ്റിലേക്ക് കടക്കേണ്ടതില്ല, ജാമ്യം മാത്രം പരിഗണിക്കുന്നതാണ് ഈ ഘട്ടത്തിൽ നല്ലത് എന്ന് പറഞ്ഞിരുന്നു. കോടതിയാണ് ഈ വിഷയത്തിൽ ഒരു വിമർശനാത്മകമായ നിലപാട് ഇന്ന് സ്വീകരിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആദ്യം തന്നെ ഇതിൽ ദ്വയാർത്ഥ പ്രയോഗം ഉണ്ട് എന്ന ഒരു നിഗമനത്തിലേക്ക് പോലീസ് എത്തുകയായിരുന്നു. ആ വീഡിയോ കോടതി അവിടെ വെച്ച് തന്നെ കോടതി ഓപ്പൺ കോർട്ടിൽ പരിശോധിക്കുകയും ചെയ്തു. ഒപ്പം സെലിബ്രിറ്റി എന്ന് വിശേഷിപ്പിക്കുന്ന ഒരാൾ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ തുടർച്ചയായി നടത്തുന്നതിൻ്റെ പശ്ചാത്തലം എന്ത് എന്ന കോടതി അതിരൂക്ഷ ഭാഷയിൽ ചോദിച്ചു. ഒപ്പം ജാമ്യ ഹർജിയിൽ നടി ഹണി റോസിനെതിരായ ചില പരാമർശങ്ങൾ ബോബി ചെമ്മണ്ണൂർ കോടതിയിൽ സമർപ്പിച്ചിരുന്നു. പ്രധാനമായും അസാമാന്യ കഴിവുള്ള ഒരാളല്ല ഹണി റോസ് എന്ന തരത്തിലൊരു പരാമർശം ഉണ്ടായിരുന്നു. ആ പരാമർശത്തെ കോടതി വിമർശിക്കുകയും പിന്നാലെ തന്നെ അഭിഭാഷകൻ അത് പിൻവലിക്കുന്നതായി കോടതിയെ അറിയിക്കുകയും ചെയ്തു. അങ്ങനെ കോടതിയുടെ ഭാഗത്തുനിന്ന് ജാമ്യ ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിൽ അതിരൂക്ഷ വിമർശനമുണ്ടായി. പക്ഷേ കോടതി ജാമ്യം അനുവദിച്ചു. അതിന് പ്രധാനമായും ഈ പ്രോസിക്യൂഷൻ്റെ ഭാഗത്ത് കസ്റ്റോഡിയൽ ഇൻട്രോഗേഷൻ ഒരു ആവശ്യമായി ഉയർന്നില്ല എന്നതുകൊണ്ടാണ്. പ്രത്യേകിച്ച് അന്വേഷണവുമായി ബോബി ചെമ്മണ്ണൂർ സഹകരിക്കാമെന്ന് പറഞ്ഞ പശ്ചാത്തലത്തിൽ നോട്ടീസ് നൽകി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്താൽ മതി എന്നൊരു നിലപാടിലാണ് പോലീസ് ഉള്ളത്. ഒപ്പം തെളിവെടുപ്പിൻ്റെ ഒരു സാഹചര്യവും നിലനിൽക്കുന്നില്ല. പ്രത്യേകിച്ച് ഡിജിറ്റൽ തെളിവടക്കം കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് പ്രോസിക്യൂഷൻ അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചത്. എന്തായാലും കോടതി ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഇയാൾ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ പൊതുസമൂഹത്തിനുള്ളിൽ തോന്നാവുന്ന വളരെ ജനുവിനായ സംശയങ്ങൾ പോലും കോടതി ചോദിക്കുന്നുണ്ട്. സമൂഹത്തിന് പാഠമാകണം എന്ന് ഒരു ഘട്ടത്തിൽ കോടതി പറയുന്നുണ്ട്. ഉറപ്പായും ഇറങ്ങാൻ പോകുന്ന കോടതി ഉത്തരവിൽ ഇത്തരം അധിക്ഷേപ പരാമർശം നടത്താൻ ഒരു മടിയുമില്ലാത്തവർക്കൂടെ ചില താക്കീതുകൾ ആ ഉത്തരവിൽ ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം.